മിക്കും കൂട്ടുകാരും വാഴുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. മിക്കും കൂട്ടുകാരും വാഴുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ഇല്ല, അതെന്താടാ മടിയാ നീ ഹോംവർക്ക് ചെയ്യാതിരുന്നത്? എളിമയോ? അതെ, നിങ്ങൾ മൂന്നാളും ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ മത്സരിക്കുകയാണല്ലോ. അതിന് എന്റെ എളിമ നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അയ്യടാ പാവം. എളിമ കൂടി നീ അവസാനം സ്കൂളിലെ ഏറ്റവും മോശം കുട്ടിയാവോ? ഒരിക്കലുമല്ല. ടിസി മേടിച്ചു പോയിക്കോളാൻ പ്രിൻസിപ്പാളും പറയും. അതും ഒരു തെറ്റല്ല. എളിയവനാവുന്നത് തെറ്റാ? ഓ, ചിരിച്ചോ, വലിയ പഠിപ്പിസ്റ്റുകളല്ലേ, കളിയാക്കി ചിരിക്കാലോ. മദ്യപാനികൾക്ക് മദ്യപിക്കാൻ കാരണങ്ങളുണ്ട്, ഗുണ്ടകൾക്ക് ഗുണ്ടകളായതിൽ കാരണമുണ്ട്, കള്ളന്മാർക്ക് കള്ളന്മാരായതിന് കാരണമുണ്ട്. അതുപോലെ മടിയന്മാർക്കും മടിയന്മാരായതിന് കാരണമുണ്ട്. എനിക്ക് പഠിക്കാൻ മാത്രല്ലേ മടിയുള്ളൂ. ഫുഡ് അടിക്കാൻ ഞാൻ ഇതുവരെയായിട്ട് എന്തെങ്കിലും മടി കാണിച്ചിട്ടുണ്ടോ? അത് ശരിയാ, എല്ലാവരും തിന്നു മടുത്തിട്ടുണ്ടെങ്കിലും നീ ഇതുവരെ തിന്നു മടുത്തിട്ടില്ല. അല്ലടാ തക്കുടു, നീ ഹോംവർക്ക് ചെയ്യാൻ മറന്നതുപോലെ ഫുഡ് എടുക്കാൻ മറന്നോ? അത് ഞാൻ മറക്കോടാ, വയറും ടിഫിൻ ബോക്സും ഫുള്ളാ. നമുക്കൊന്നിനോടും അമിതമായ ആർത്തി പാടില്ല തക്കുടു. എനിക്ക് ആർത്തിയൊന്നും ഇല്ലെന്നേ. എന്റെ ഫുഡ് ആരെങ്കിലും ചോദിച്ചാൽ അപ്പ ഞാൻ എടുത്തു കൊടുക്കും. സത്യമാണോടാ തക്കുടു? പിന്നല്ലാതെ, ഞാൻ വെറും വാക്ക് പറയാറില്ല. കുട്ടികളെ, ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ മക്കളെ. വിശക്കുന്നു കുട്ടികളെ, എന്തെങ്കിലും കഴിക്കാൻ താ. നീ കൊടുക്കുന്നതോ ഞങ്ങൾ കൊടുക്കണോ? വേണ്ട, ഞാൻ കൊടുത്തോളാം. ഇനി മോനുച്ചയ്ക്ക് എന്ത് കഴിക്കും? അത് സാരമില്ല, ഞങ്ങൾ ഇവന് കൊടുത്തോളാം. നല്ല കുട്ടികൾ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും.
എടാ തക്കുടു, നീ നല്ല മനസ്സോടെയാണോടാ കൊടുത്തത്? അതേ കൂട്ടുകാരെ, എനിക്ക് പാവം തോന്നി. ഹായ് മിഖായേൽ. പ്രൈസ് ദി ലോർഡ് മിഖായേൽ. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. മിഖായേൽ ഞങ്ങളെ കാണാൻ നിന്നതാണോ? ഞാൻ തക്കുടുവിന്റെ ധർമ്മദാനം കേട്ടു നിന്നതാ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഞാനൊരു ഭക്ഷണപ്രിയനാണെന്നങ്ങ് പറഞ്ഞാ പോരെ, അതിന് കളിയാക്കണോ? ഞാൻ തക്കുടുവിനെ കളിയാക്കിയതല്ല, പിണങ്ങണ്ട. മിഖായേൽ പറഞ്ഞത് സത്യ. തക്കുടു ഇന്ന് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നു. രഹസ്യമായി ചെയ്യുന്ന ധർമ്മദാനങ്ങളെല്ലാം ഉണ്ണീശോയെ ഒത്തിരി സന്തോഷിപ്പിക്കും. ഉണ്ണീശോ അതിന് വലിയ പ്രതിഫലവും നൽകും. എന്നാൽ സാത്താന്റെ തന്ത്രങ്ങൾ ഭൂമിയിലെങ്ങും ഏറി വരികയാണ്. അതിന്റെ തെളിവ് നിങ്ങളുടെ നാട്ടിലുമുണ്ട്. മിഖായേൽ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ധർമ്മദാനം ചെയ്യുന്നവരെ ചൂഷണം ചെയ്യാൻ സാത്താന്റെ മനസ്സുള്ളവർ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളോട് എന്ത് ക്രൂരത കാണിക്കാനും അവർക്ക് മടിയില്ല. അവരെ നിങ്ങൾ തിരിച്ചറിയണം, അകറ്റി നിർത്തണം. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരെ പറ്റിയാണോ മിഖായേൽ പറയുന്നത്? അവരും അതിലെ കണ്ണികളാണ്. നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. കണ്ണീരുണങ്ങാത്ത ധാരാളം കഥകൾ. അതെല്ലാം നിങ്ങൾ അറിയണം. രാത്രിയിലെ കവർച്ചക്കാർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. കവർച്ചയ്ക്കുള്ള വീടുകൾ അവർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതിന് അവരെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം ചെന്നെത്തുന്നത് പല യാചകരിലുമാണ്. അവരെ യാചകരെന്ന് പറയുന്നത് പോലും തെറ്റാണ്. യാചകരെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന മോഷ്ടാക്കൾ. അവർ വികലാംഗരായി അഭിനയിക്കുന്നു, മാറാരോഗികളായി അഭിനയിക്കുന്നു, അന്ധരായി അഭിനയിക്കുന്നു, ഇല്ലാത്ത മുറിവുകൾ വെച്ചു കെട്ടുന്നു. എല്ലാം വെറും അഭിനയമാണ്. അവരോട് സഹാനുഭൂതി കാണിക്കുന്നവരാണ് അവരുടെ ഇരകൾ. എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഭിക്ഷക്കാരെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും മിഖായേൽ? അവരെ എങ്ങനെ സഹായിക്കും? ദരിദ്രരും രോഗികളും വൃദ്ധജനങ്ങളുമെല്ലാം നിങ്ങൾക്കിടയിലുമുണ്ടല്ലോ. അവരിൽ ജോലി ചെയ്യാൻ കഴിവില്ലാത്തവരെ കണ്ടാൽ തിരിച്ചറിയാൻ എന്താണ് ബുദ്ധിമുട്ട്? അർഹതയുള്ളവരെ മാത്രം സഹായിക്കുക, അല്ലാത്തവരെ അകറ്റി നിർത്തുക. കേട്ടില്ലേ മിഖായേൽ പറഞ്ഞത്? എത്രയോ ശരിയാണ്. എന്നാലും ഇത് വലിയ കഷ്ടം തന്നെയാ. കുട്ടികളാ അവരുടെ ഇര. നമുക്ക് ചുറ്റും എപ്പോഴും അപകടം പതിയിരിക്കുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. പിങ്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ? അല്ലടാ, അദ്രവ്യായാമം ചെയ്യുന്നതാ. നിനക്കെന്താടി ഒരു ബഹുമാനമില്ലാത്തത്? ഞാനൊരു മന്ത്രിയാണ്, അത് മറക്കണ്ട. രാജാവായാലും മന്ത്രിയായാലും പ്രജകളോട് കാണിക്കേണ്ട മിനിമം മര്യാദയുണ്ട്. അത് കാണിച്ചില്ലെങ്കിൽ ആർക്കും ബഹുമാനം തോന്നില്ല. കൂറക്കച്ചാരെ, നീ എന്തൊക്കെ പറഞ്ഞാലും മന്ത്രി അല്ലാതാകുമോടി? മന്ത്രിക്കുറുക്കൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബഹുമാനം എന്ന് പറയുന്നതേ കഴുത്തിൽ കത്തി വെച്ച് പിടിച്ച് വാങ്ങേണ്ടതല്ല, ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നേണ്ടതാ. അങ്ങനെ തോന്നാത്തത് എന്താണെന്നാണ് ചോദിച്ചത്. മന്ത്രിക്കുറുക്കന്റെ സ്വഭാവം പൊട്ട സ്വഭാവമായതുകൊണ്ട്. എനിക്ക് നിന്നെ പോലെ പുല്ലു തിന്നാൻ പറ്റുമോ? എരിവോടുകൂടി പുളിവോടുകൂടി എന്തെങ്കിലും കടിച്ചു പറിക്കണ്ടേ? അതെ, കാട്ടിൽ ഇറച്ചിക്കടയില്ലാത്തത് കൊണ്ട് എന്റെ കൊക്കിലൊതുങ്ങുന്ന ചെറിയ ചെറിയ മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടും, എന്നിട്ട് കറുമുറ തിന്നും. അതൊരു തെറ്റാണോ? അല്ല, ഒരു തെറ്റുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ തടി കേടാവാതെ നോക്കണ്ടേ? നീ ഒരു വായാടിയാണ്. സത്യം പറയാൻ ആരെയും പേടിക്കണ്ട കുറുക്കച്ചാരെ. നിന്നെ ഞാൻ എടുത്തോളാം. എന്നാ വാടാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. മന്ത്രിയെ നമ്മളൊന്നും ബഹുമാനിക്കുന്നില്ലെന്നാ പരാതി. എനിക്കൊരു ക്യാരറ്റ് തന്നാ മതി, അത് തിന്നു തീരുന്നത് വരെ ഞാൻ ബഹുമാനിക്കാം. റാംബോ, നീ പിങ്കിയുടെ ബലത്തിൽ എന്നെ കൊച്ചാക്കിയാലുണ്ടല്ലോ. കൊച്ചാക്കിയ നീ എന്നാ ചെയ്യുമടാ സൂത്രക്കാരാ? നിന്നെ പിടിച്ചു ഞാൻ അറുമുറാന്ന് തിന്നും. മന്ത്രി കൊട്ടാരത്തിലേക്ക് ചെല്ല്. സിംഹരാജൻ തിന്നതിന്റെ ബാക്കി എല്ലുകളൊക്കെ കാണും. അതെടുത്ത് കറുമുറാന്ന് തിന്നോ. എല്ല് കടിക്കാനല്ല മന്ത്രി കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയത്, സുന്ദരി ഇറച്ചി തിന്നാനാ. നീ ഭാഗ്യവാനാടാ റാംബോ, സുന്ദരിയുടെ ചാൻസ് നീ തട്ടിയെടുത്തില്ലേ. പിങ്കിയാൻഡി, പണി പാളൂന്നാ തോന്നുന്നത്.
നീ പേടിക്കാതിരിക്കടാ റാംബോ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. എടി പിങ്കി, നീ പുല്ല് തിന്നപ്പോ ഞാൻ നിന്നെ തടഞ്ഞു. അതുപോലെ എന്റെ കഞ്ഞിയിൽ നീ മണ്ണിടരുത്. നീ വാടാ റാംബൂട്ടാ. എടാ മന്ത്രിക്കുറുക്ക, നീ അവനെ തിന്നരുത്, തിന്നരുത് എന്നാ പറഞ്ഞത്. നീ പോടെ അവിടുന്ന്. എന്നോട് പോഷകാഹാരം കഴിക്കണമെന്നാ ആമ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. നിന്നെ ഞാനിപ്പോ പോഷകാഹാരം കഴിപ്പിക്കാടാ കള്ളക്കുറുക്ക. കാലത്ത് തന്നെ നല്ല കണയാണല്ലോ. നീ നോക്കിക്കൂടി, എന്നെ ഇടിച്ച നിന്റെ തല ഞാൻ അടിച്ചു മുറിച്ചു തിന്നും. വാടാ തിന്നോടാ. ഇപ്പോഴല്ല, സിംഹരാജാവ് എന്നെങ്കിലും നിന്നെ പിടിച്ചു തിന്നും. അപ്പോഴത്തെ കാര്യമാ പറഞ്ഞത്. അതുവരെ ഈ പക ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. അതിന് നിനക്ക് ഹൃദയം ഉണ്ടോടാ? ഉണ്ടോ? ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിങ്കല്ലല്ലേ? കരിങ്കല്ല്. നിന്നെയും ഞാൻ എടുക്കുമെടാ. ആരെങ്കിലും എടുക്കാതെ മന്ത്രി സാറിന് ആമവൈദ്യരുടെ അടുത്ത് പോകാൻ പറ്റുമോടാ? അടുവൊടിഞ്ഞു കാണും. ഓരോരുത്തരെ ഞാൻ വെറുതെ വിടില്ല. കാര്യം അവന്റെ മോന്ത കണ്ട ആർക്കും ഒന്ന് പൊട്ടിക്കാൻ തോന്നും. എന്നാലും അവൻ ചതിയനാ, നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ ഒരുമിച്ച് നിന്നാ മതി, പിന്നെ അവൻ വലിയ വിലസൊന്നും വിലസില്ലാന്നേ. ഒരു തടിമാടനുണ്ട് കൂടെ, തമ്പൂട്ടൻ. അവൻ മനസ്സ് വെച്ചാ പിന്നെ ആ കള്ളക്കുറുക്കൻ നമ്മുടെ ഏരിയയിൽ വരുമോ? ബെസ്റ്റ് പാർട്ടി. ഒരു കട്ടുറുമ്പിനെ കണ്ട അവന്റെ മുട്ടിടിക്കും. നിങ്ങൾ പേടിക്കണ്ട, എന്റെ ഫ്രണ്ട്സിനെ തൊട്ടാലുണ്ടല്ലോ അവന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഹലോ ബോസ്. ഇല്ല ബോസ്, കുട്ടികളെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. രാത്രി കാട്ടിലേക്ക് വണ്ടി വിട്ടാൽ മതി. അതിനുള്ളിൽ ഞാൻ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നോളാം. റാംബുട്ടാ, അവൻ ഏതോ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യമാ പറയുന്നത്. അതൊരു ഭിക്ഷക്കാരനല്ലേ? ഭിക്ഷക്കാരെങ്കിലും കാട്ടിൽ ഭിക്ഷയ്ക്ക് വരുമോടി ചേച്ചി പെണ്ണെ? ഇവൻ പിള്ളേര് പിടുത്തക്കാരൻ, അതെനിക്ക് ഉറപ്പാണ്. അവൻ ആരെയായിരിക്കും തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്? ആരായാലും എന്താ, ഒരു കുട്ടിയല്ലേ, തടയണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കുടനെ കിട്ടുവിനെയും കൂട്ടുകാരെ വിവരം അറിയിക്കാം. എന്നാ വാ. ഇതെന്ത് മറിമായമാണ്? പൊന്നും ഇതുവരെ ഒറ്റയ്ക്ക് വീട്ടിൽ പോയിട്ടില്ല. എന്നാലും നമ്മളോട് പറയാതെ പോവോ? പറയാതെയല്ലേ പോയത്, പിന്നെന്തിനാ പോകുവോന്ന് ചോദിക്കുന്നത്? നാളെ കാലത്ത് എന്റെ വീട്ടിൽ വന്ന് എന്നെ വിളിക്കട്ടെ. നീ തനിച്ച് പൊക്കോടീന്ന് ഞാൻ പറയും. എടാ തക്കുടു, പൊന്നൂന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാതെ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയല്ലാട്ടോ. ബെറ്റി പറഞ്ഞതിലും കാര്യമുണ്ട്. ആദ്യമായിട്ടല്ലേ അവളിങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അവൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് അവളെ കുറ്റം പറഞ്ഞാ മതി. കിട്ടുവിന്റെയും ബെറ്റിന്റെയും അഭിപ്രായം അതാണെങ്കിൽ ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. കിട്ടു, ബെറ്റി, തക്കുടു. എന്താ കറുമ്പി? പിങ്കി റാംബുട്ടനും നിങ്ങളെ അന്വേഷിച്ച് എല്ലാ ദിക്കിലേക്കും പോയിട്ടുണ്ട്. നീ കാര്യം എന്താണെന്ന് പറ കറുമ്പി. ഒരു ഭിക്ഷക്കാരൻ കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ട്. ഈ ഭിക്ഷക്കാരൻ എന്തിനാ കാട്ടിൽ ഒളിച്ചിരിക്കുന്നത്? അയാളെ പിള്ളേരെ പിടുത്തക്കാരനാ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അവൻ ഫോണിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. നമുക്ക് എന്താ കിട്ടു ചെയ്യേണ്ടത്? അയാൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവനാണെങ്കിൽ അയാളുടെ പക്കൽ ആയുധങ്ങളും കാണും. അതുകൊണ്ട് നമ്മൾ തനിച്ചു പോകുന്നത് ശരിയല്ല. നമുക്ക് പോയി ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നാലോ? അതാ ബുദ്ധി. ബലപ്രയോഗത്തിലൂടെ അല്ലാതെ അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കറുമ്പി ചെന്ന് നല്ല ഉയരമുള്ള മരത്തിന്റെ കൊമ്പിലിരുന്ന് അവനെ നിരീക്ഷിക്ക്. ഞങ്ങള് പോയി ആളുകളെ കൂട്ടിയിട്ട് വരാം. അത് ഞാനേറ്റു. മക്കളെ, പൊന്നു എവിടെയാ? പൊന്നു വന്നില്ലേ? അത് കൊള്ളാം. നിങ്ങൾ ഒരുമിച്ചല്ലേ വരാറുള്ളത്? ഞങ്ങള് വിചാരിച്ചു അവള് വന്നൂന്ന്. അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ? ഇല്ല ആന്റി. പിന്നെ അവൾ എവിടെ പോയി? ഞങ്ങൾക്ക് അറിയില്ല ആന്റി. ഞാനൊന്ന് സ്കൂളിലേക്ക് വിളിച്ചു നോക്കട്ടെ. എന്താടാ ഇതിന്റെ അർത്ഥം? ഇനിയിപ്പം കറുമ്പി പറഞ്ഞ ഭിക്ഷക്കാരനെങ്ങാനും പൊന്നൂനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവോ? നീ എന്തൊക്കെയാടി ഈ പറയുന്നത്? അതെങ്ങനെയാ പൊന്നൂനെ തട്ടിക്കൊണ്ടു പോകുന്നത്? നിങ്ങള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ.
അങ്ങനെയും സംഭവിക്കാലോ. ബെറ്റി, നീ നമ്മുടെ പൊന്നുവിനെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കലടി. കിട്ടു, ബെറ്റി, തക്കുടു, പൊന്നു സ്കൂളിലില്ല. സ്കൂൾ വിട്ടപ്പോ വീട്ടിലേക്ക് പോയിന്നാ പറഞ്ഞത്. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? ബെറ്റി, തക്കുടു, വാ. എടാ കിട്ടു, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പറയാം, വാ. കാട്ടിലേക്കാണോടാ? അല്ല, അതിനു മുമ്പ് വേറൊരു സ്ഥലത്ത് പോകണം. എന്റെ ഉണ്ണീശോയെ, പൊന്നുവിനൊന്നും സംഭവിക്കരുതേ. എന്തെങ്കിലും സംഭവിച്ച ഞങ്ങളുടെ തോരാത്ത കണ്ണുനീർ നീ കാണേണ്ടി വരും. ഞാൻ വിചാരിച്ചത് കിട്ടു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണെന്നാ. സിറ്റി പോയി ആളെ കൂട്ടാനാണെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവൻ ആദ്യം വരേണ്ട സ്ഥലത്തേക്കാണ് വന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. എന്റെ ഉണ്ണീശോയെ, ഞങ്ങൾ വനത്തിലേക്ക് പോവുകയാണ്. കറുമ്പി പറഞ്ഞ ഭിക്ഷക്കാരൻ അറിയാതെ പൊന്നുവിനെ കാണാനാവില്ലെന്ന് എന്റെ കുഞ്ഞു മനസ്സ് പറയുന്നു. നിന്റെ കാവൽമാലകമാരെ അയച്ച് ഞങ്ങളെ കാത്തുകൊള്ളണേ. അവർ കുട്ടികളെ പിടിച്ചാൽ കണ്ണു കുത്തി പൊട്ടിക്കും, കൈയും കാലും ഒടിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പൊന്നു ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ഭിക്ഷ യാചിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങള് നിന്നോട് മിണ്ടില്ല, പറഞ്ഞേക്കാം. ഇനി ഞങ്ങൾ ഇവിടെ വരുമ്പോ ഞങ്ങളുടെ കൂടെ പൊന്നു ഉണ്ടാവണം, മറക്കരുത്. എടാ തമ്പുട്ടാ, എന്തോ? അവൻ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാ. അതിനുള്ളിൽ തക്കടവും കൂട്ടുകാരും വന്നില്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. അവരൊന്നിങ്ങ് വേഗം വന്നാ മതിയായിരുന്നു. ഓ, നിന്നെ പോലുള്ളൊരു തടിമാടനുള്ളപ്പോ ആ പിള്ളേരെ കാക്കേണ്ട കാര്യമുണ്ടോടാ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നീ അവന്റെ മുമ്പിൽ പോയി നിന്ന് 4 ചിഹ്നം വിളിച്ച അവന്റെ കഥ തീരില്ലേ? അത് പിന്നെ കറമ്പി, ഞാൻ പേടിച്ചാ പിന്നെ ശബ്ദം പുറത്തു വരില്ല. അവനെ ഞാൻ പേടിപ്പിക്കുന്നതിന് മുമ്പ് അവൻ എന്നെ പേടിപ്പിച്ച എന്റെ കഥയായിരിക്കും തീരുന്നത്. അയ്യോ എടാ പൊട്ടാ, പേടിത്തണ്ട. നിന്റെ തടി എനിക്കായിരുന്നെങ്കിൽ ആ തെമ്മാടി ഇപ്പൊ നടു ഒടിഞ്ഞു മോങ്ങിയേനെ. ആമവൈദ്യരോട് പറഞ്ഞ് എന്റെ തടി നിനക്കും നിന്റെ തടി എനിക്കുമാക്കിയാലോ? അങ്ങേര് വൈദ്യനാ, മജീഷ്യനല്ല. ഇനി എന്തു ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട, അവനെ നിരീക്ഷിക്ക്. ഞാൻ പോയി പിള്ളേര് വരുന്നുണ്ടോന്ന് നോക്കട്ടെ. എനിക്ക് പേടിയാ കറമ്പി, നീ നിരീക്ഷിക്ക്. ഞാൻ പോയി കൂട്ടുകാരെ നോക്കാം. അതാ നല്ലത്. ഞാനാണെങ്കിൽ അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ച അവന്റെ കണ്ണു കുത്തി പൊട്ടിക്കുകയെങ്കിലും ചെയ്യും. നിനക്ക് മോങ്ങാനല്ലേ അറിയൂ. പോടാ, പോയി നോക്ക്. ആ ശരി ശരി. എന്താ തമ്പു, അവനവിടെ ഉണ്ടോ? ഉണ്ട്. കറമ്പിയും പിങ്കിയും റാംബൂട്ടനും അവനെ നിരീക്ഷിക്കുന്നുണ്ട്. നീ അവനെ കണ്ടോടാ? കണ്ടു, ഞാനും നിരീക്ഷിക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോടാ? ഉണ്ട്, ഒരു ചാക്കുകെട്ടുണ്ട്. ആ ചാക്കിനുള്ളിൽ പൊന്നു ആയിരിക്കുമോ? അവൻ എന്നെ കൊന്നാലും ഞാൻ പൊന്നുവിനെ രക്ഷിക്കും. നിന്റെ ഈ നല്ല മനസ്സ് അത് മതിയടാ. ആരെയും കൊല്ലാൻ നമുക്ക് അവകാശമില്ല. ദൈവം തന്ന ജീവൻ എടുക്കാൻ ദൈവത്തിന് മാത്രമാണ് അവകാശം. പിന്നെ എങ്ങനെ പൊന്നുവിനെ രക്ഷിക്കും? അസാധ്യമെന്ന് തോന്നുന്നത് നമുക്കല്ലേ, ദൈവത്തിനല്ലല്ലോ. നമുക്ക് അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യമാണ്. പക്ഷെ നമ്മൾ എല്ലാ പ്രതീക്ഷയും ദൈവത്തിൽ അർപ്പിക്കണം. ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെന്ന് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് ബോധ്യപ്പെടണം. ദൈവത്തെ ബോധ്യപ്പെടുത്തിയിട്ടാ ഞങ്ങൾ വരുന്നത്. ഇനി ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. തമ്പു പോയിക്കോ. അല്ല, ഞാനും വരാം. വേണ്ട തമ്പു, അതിന്റെ ആവശ്യമില്ല. തമ്പു പോയിക്കോ. ഇതിലൂടെ നേരെ പോയാ മതി, അവിടെയാ അവനുള്ളത്. വാ കൂട്ടുകാരെ. ഹായ്, മിഖായേൽ വന്നോ? എനിക്ക് വരാതിരിക്കാൻ കഴിയുമോ കൂട്ടുകാരെ? നിങ്ങൾ കരഞ്ഞപ്പോൾ ഉണ്ണീശോയ്ക്ക് വളരെ സങ്കടമായി. അയ്യോ, ഞങ്ങൾ ഉണ്ണീശോയെ സങ്കടപ്പെടുത്തിയതല്ല, ഞങ്ങളുടെ സങ്കടം കൊണ്ട് കരഞ്ഞതാ.
ഉണ്ണീശോയ്ക്ക് പ്രിയപ്പെട്ടവർ സന്തോഷിക്കുമ്പോൾ ഉണ്ണീശോയും സന്തോഷിക്കും. അവർ സങ്കടപ്പെട്ടാൽ ഉണ്ണീശോയും സങ്കടപ്പെടും. പാവം ഉണ്ണീശോ. വരൂ, നമുക്ക് പൊന്നൂനെ രക്ഷിക്കാം. മിഖായേൽ, ഈ കൊടും വനത്തിനുള്ളിൽ നമ്മൾ എങ്ങനെ അവനെ കണ്ടുപിടിക്കും? അതോർത്ത് നീ വിഷമിക്കേണ്ട. പിങ്കിയും റാംബൂട്ടനും കറുമ്പിയും അവനെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ. നമ്മൾ അവന്റെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവനെ നമ്മുടെ അടുത്തേക്ക് വരുത്തുന്നതാ. അതെങ്ങനെയാ മിഖായേൽ? അതിനൊക്കെ വഴിയുണ്ട്. മിഖായേൽ, കൂട്ടുകാരി, ഞാൻ എവിടെയാ? നീ പേടിക്കണ്ട പൊന്നു. മിഖായേൽ നിന്നെ രക്ഷപ്പെടുത്തി. ഇനി ഈ ദുഷ്ടൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ പോയിക്കോളാം. എങ്ങോട്ട്? നിന്റെ മാഫിയ സംഘത്തിലേക്ക് അല്ലേ? അത് ഈ കുട്ടികൾ നിനക്ക് രാവിലെ ഭക്ഷണം തന്നതാ. എന്നിട്ടും നീ ഇവരോടിത് ചെയ്തു. കാരണം നീ ധർമ്മദാനം അർഹിക്കുന്നില്ല. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഓരോ പ്രാവശ്യവും പിടിക്കപ്പെടുമ്പോഴും നീ ഇത് തന്നെ പറയുന്നു. എന്നെ കൊല്ലരുത് പ്ലീസ്. നിന്റെ ഭിക്ഷാടന മാഫിയയ്ക്ക് കുട്ടികളെ കുട്ടികളായി കാണുവാനുള്ള കണ്ണുകളില്ല. പ്ലീസ്. അയ്യോ അയ്യോ, എന്റെ കണ്ണുകൾ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്റെ കണ്ണുകൾ. അയ്യോ അയ്യോ. പോലീസും നാട്ടുകാരും എല്ലാം പൊന്നുവിനെ അന്വേഷിക്കുന്നുണ്ട്. വേഗം വീട്ടിലേക്ക് പൊക്കോ. ശരി മിഖായേൽ.